ലഹരി സംഘങ്ങളെയും സാമൂഹിക വിരുദ്ധരെയും അടിച്ചമർത്താനും ലഹരി സംഘങ്ങളുടെ വേരറുക്കാനും ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ നടപടികളുടെ ഭാഗമായി ഇരിട്ടിയിലെ പ്രമുഖ കുറ്റവാളികളെ പോലീസ് വലയിലാക്കി. പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ വിശ്രമിക്കുകയായിരുന്ന യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നിരവധി ക്രിമിനൽ ലഹരി കേസുകളിൽ പ്രതികളായ കീഴൂർ പുന്നാട് സ്വദേശി സുഭാഷ് കെ എന്ന പോത്ത് സുഭാഷ്, ഭാര്യ പാർവതി എന്നിവർ പിടിയിലാവുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോളാരി സ്വദേശി നാസറിനെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ വലതുകാലിന്റെ എല്ല് പൊട്ടുകയും തലയ്ക്കും കൈക്കും ഇടതുകാൽ തുടയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10:45ഓടെയാണ് സംഭവം. ഇരിട്ടിയിൽ വരുമ്പോൾ പതിവായി വിശ്രമിക്കാറുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലത്തെ നിലയിലെ ബെഞ്ചിൽ വിശ്രമിക്കുകയായിരുന്നു നാസർ. ഉച്ചയ്ക്ക് 12:10 മണിയോടെ സ്ഥലത്തെത്തിയ പോത്ത് സുഭാഷും ഭാര്യ പാർവതിയും ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, പുറത്തുനിന്നുള്ള ആരും ഇവിടെ കിടക്കണ്ട എന്നു പറഞ്ഞ് അസഭ്യം പറയുകയും നാസറിനോട് എഴുന്നേറ്റ് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുസ്ഥലത്ത് ഇരിക്കാൻ അനുവാദം ആവശ്യമില്ലെന്ന് നാസർ പറഞ്ഞതോടെ പ്രകോപിതനായ സുഭാഷ് നാസറിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും പാർവതി തള്ളി നിലത്തിടുകയുമായിരുന്നു. നിലത്ത് വീണ നാസറിന്റെ വലതുകാലിലേക്ക് സുഭാഷ് സമീപത്തുണ്ടായിരുന്ന സിമന്റ് കട്ട എടുത്തിട്ടു. തുടർന്ന് പാർവതി കല്ലെടുത്ത് നാസറിന്റെ തലയ്ക്കും വലതു കൈക്കും ഇടതുകാലിന്റെ തുടയ്ക്കും ക്രൂരമായി അടിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയാണ് നാസറിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കിയത്. പ്രദേശത്ത് ലഹരി വിൽപ്പനയും ഗുണ്ടാവിളയാട്ടവും നടത്തുന്നവർക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം ശക്തമായ റെയ്ഡുകളും നിരീക്ഷണവും നടന്നുവരികയായിരുന്നു. ഇതിനിടയിലാണ് ലഹരി കേസ് പ്രതിയായ സുഭാഷ് വീണ്ടും അക്രമം അഴിച്ചുവിട്ടത്. ഇരിട്ടി മുഴക്കുന്ന് ആറളം പോലീസ് സ്റ്റേഷൻ പരിധികളിലും ഇരിട്ടി മട്ടന്നൂർ എക്സൈസ് റേഞ്ചുകളിലുമായി 16ഓളം കേസുകളിലെ പ്രതിയാണ് സുഭാഷ്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ലഹരി ഉപയോഗവും കടത്തും നടത്തുന്ന ഇത്തരം ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്നും സ്ഥിരം കുറ്റവാളിയായ സുഭാഷിനെതിരെ കാപ്പ നിയമപ്രകാരം കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ സിജിത്ത് വി അറിയിച്ചു.